മാം, ആ പേഷ്യന്റ് ചോദിച്ചായിരുന്നു ഏതൊക്കെ സ്കാനാ എന്തൊക്കെയാ ചെയ്യേണ്ടത്. സിസ്റ്റർ, അത് പലരുടെയും സംശയമാണ്. ഗർഭകാലത്ത് ഏതൊക്കെ സ്കാനാണ്, എപ്പോഴൊക്കെയാണ് ഈ സ്കാനുകൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. ഇത് വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. പ്രധാനമായിട്ടും 4 സ്കാനുകളാണ് ഉള്ളത്. ആദ്യത്തെ സ്കാനാണ് ഡേറ്റിംഗ് സ്കാൻ. പീരീഡ് സെറ്റ് 1-2 മാസത്തിനുള്ളിലാണ് ഈ സ്കാൻ ചെയ്യുന്നത്. ഒരു 6 തൊട്ട് 10 ആഴ്ചകൾക്കുള്ളിൽ. ഗർഭധാരണം ഗർഭപാത്രത്തിൽ തന്നെയാണെന്നും ട്യൂബൽ പ്രഗ്നൻസി അല്ല എന്നും കുഞ്ഞിന് ഹൃദയമിടിപ്പ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി, അതായത് പ്രസവ തീയതി കൃത്യമായി നിർണ്ണയിക്കാൻ ഡോക്ടറെ സഹായിക്കുന്നതും ഈ സ്കാനിങ് ആണ്. രണ്ടാമത്തെ സ്കാനാണ് NT സ്കാൻ, അതായത് 3-ാം മാസത്തിൽ ചെയ്യുന്ന സ്കാൻ. 11 തൊട്ട് 14 ആഴ്ചകൾക്കുള്ളിലാണ് ഈ സ്കാൻ ചെയ്യുന്നത്. കുഞ്ഞിന് ജനിതകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന്, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഡോക്ടർമാർ ഈ സ്കാൻ നിർബന്ധമായും ചെയ്യാൻ പറയാറുണ്ട്. മൂന്നാമത്തെ സ്കാനാണ് അനോമലി സ്കാൻ, അതായത് 5-ാം മാസത്തിൽ ചെയ്യുന്ന സ്കാൻ. 18 തൊട്ട് 22 ആഴ്ചകൾക്കുള്ളിലാണ് ഈ സ്കാൻ ചെയ്യുന്നത്. ഇത് ഗർഭകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലിയ സ്കാനുമാണ്. കുഞ്ഞിന്റെ തല തൊട്ട് കാൽ വരെയുള്ള എല്ലാ അവയവങ്ങളും വിശദമായി പരിശോധിച്ച് കുഞ്ഞിന് ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 4-ാമത്തെ സ്കാനാണ് ഗ്രോത്ത് സ്കാൻ. 7 മാസത്തിന് ശേഷം ചെയ്യുന്ന സ്കാനാണിത്. ഒരു 28 തൊട്ട് 36 ആഴ്ചകൾക്കുള്ളിലാണ് ഈ സ്കാൻ ചെയ്യുന്നത്. കുഞ്ഞിന്റെ വളർച്ച, തൂക്കം, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ അളവ്, പ്ലാസൻ്റയുടെ പൊസിഷൻ എന്നിവയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല, പ്രസവം സുഖപ്രസവമാണോ, സിസേറിയൻ വേണോ എന്നൊക്കെ ഡോക്ടറിനെ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത് ഈ സ്കാൻ റിപ്പോർട്ടുകളാണ്. ചുരുക്കത്തിൽ, അൾട്രാസൗണ്ട് റേഡിയേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും വളരെ സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് തന്നെ എല്ലാ സ്കാനുകളും ചെയ്യുന്നത് സുരക്ഷിതമായ ഗർഭകാലത്തിന് വളരെയധികം പ്രയോജനപ്പെടും. ക്ലിയർ ആയില്ലേ?